ഞാൻ നീറ്റ് ചെയ്തിട്ടില്ല, സോ വൈ ഷുഡ് ഐ കെയർ അബൌട്ട് നീറ്റ്, റൈറ്റ്? നീ വിചാരിക്കണ പോലെ ഒന്നല്ല, ഇത് മൊത്തം പൊളിറ്റിക്കൽ ഇഷ്യൂസ് ആണ്. അതുകൊണ്ട് നീ വല്ലാണ്ട് സംസാരിക്കാൻ നിൽക്കേണ്ടതിനെ പറ്റിയിട്ടെന്നാണ് ഞാൻ പലയിടത്തുനിന്ന് കേട്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഓൺ മൈ പോയിന്റ് ഓഫ് വ്യൂ, ദിസ് ഇസ് നോട്ട് എ പൊളിറ്റിക്കൽ ഇഷ്യൂ, ഇറ്റ്സ് എ ഫാമിലി ഇഷ്യൂ, ലിറ്ററലി. എന്റെ വീട്ടിലൊരു നീറ്റ് ആസ്പിറന്റ് ഉണ്ട്, സോ ഐ റിയലി നോ ഹൗ മച്ച് ഹാർഡ് യു ഷുഡ് വർക്ക് ഫോർ ഇറ്റ് എന്നുള്ളത്. എത്ര നേരം നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ മാറ്റി വെച്ചിട്ടാണ് ആ ഒരു കാര്യത്തിന് വേണ്ടി ഇരുന്ന് പഠിക്കുന്നത്, എത്രത്തോളം മണിക്കൂറുകൾ എന്നുള്ളത്. അതും ഒന്ന് രണ്ട് ദിവസത്തെ കാര്യമല്ല, ഒന്ന് രണ്ട് വർഷത്തിന്റെ കാര്യമാണ്. ആൻഡ് ആ ഒരു ഏജിൽ യു ജസ്റ്റ് ടേണിങ് 18 കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ. ആ ഒരു ഏജിൽ ഇത്രയ്ക്കും കാര്യങ്ങൾ വിട്ടിട്ട് ഒരു കാര്യത്തിനെ കുറിച്ച് മാത്രം ചിന്തിച്ചിരുന്ന് പഠിക്കുക എന്നുള്ളത് ഇറ്റ്സ് നോട്ട് എ സിമ്പിൾ തിങ്. സോ ഇറ്റ്സ് നോട്ട് എ പൊളിറ്റിക്കൽ ഇഷ്യൂ, ഇതൊരു ഫാമിലി ഇഷ്യൂ ആണ്. കാരണം ഇതിരുന്ന് പഠിക്കുന്ന സമയത്ത് ആ കുട്ടിയാണല്ലോ, ആ കുട്ടിയുടെ പേരൻസ് ആണെങ്കിലും ഇതിനു വേണ്ടി ഡിവോട്ടഡ് ആണ്. ആൻഡ് ദെൻ യു കം ടു നോ ദാറ്റ് നീറ്റ് എന്ന് പറയുന്ന ഒരു എക്സാം എന്ന് പറയുമ്പോൾ ആലോചിക്കുമ്പോൾ തന്നെ ആ ഒരു എക്സാം ഏതാ കയറ്റി വിടണം എന്നുണ്ടെങ്കിൽ അവർ നമ്മുടെ അണ്ടർവെയർ അടക്കം ചെക്ക് ചെയ്തിട്ടാണ് ഉള്ളിലേക്ക് കടത്തി വിടുക. അത്രയ്ക്കും വലിയ ഒരു എക്സാം ആണ്. പക്ഷെ നോ വൺ നോസ് അത്. അതിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഹാർഡ് വർക്ക് ചെയ്ത ഒരു കുട്ടി ഇരുന്ന് എക്സാം എഴുതാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് അവിടെ പുറത്ത് വേറെ എക്സാം പേപ്പേഴ്സ് വേറെ ആൾക്കാർക്ക് വേണ്ടി ആൾക്കാർ എഴുതിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത്. ദിസ് ഇസ് ഹൗ ദ ലീക്ക് ഇസ് ഹാപ്പൻ, റൈറ്റ്? ഞങ്ങളുടെ ജനറേഷൻ ബേസിക്കലി തലതെറിച്ച ജനറേഷൻ എന്നാണ് എല്ലാവരും പറയപ്പെടാറ്. സോ ആ തലതെറിച്ച ജനറേഷൻ ഇപ്പൊ മനസ്സിലാക്കിക്കോളൂ, ഇറ്റ്സ് നോട്ട് തലതെറിച്ച ജനറേഷൻ. സത്യസന്ധമായി അല്ലെങ്കിൽ ഓണസ്റ്റ് ആയിട്ട് നേരിട്ട് കാണുന്ന അഴിമതിനെ പറ്റി ചോദ്യം ചെയ്യുന്നതാണ് ഞങ്ങളുടെ ജനറേഷൻ. ആ ചോദ്യം വന്നപ്പോൾ എല്ലാവർക്കും പൊള്ളി. സോ അതിന് റിട്ടേൺ ആയിട്ട് കിട്ടിയത് ലാത്തി, അടി, ഇടി, തലക്കടി, ബഹളം. ആ ജീവനൊറ്റ 20 പിള്ളേർ എന്ത് ചെയ്തിട്ടാണ് അവർക്ക് ഈ ഒരു അവസ്ഥ വന്നത്? അതിനെ പറ്റി ആരും ആൻസർ ചെയ്യാനോ ആരും ഒന്നും ചെയ്യാൻ റെഡിയല്ല, റൈറ്റ്? ആൻഡ് ബേസിക്കലി നമ്മുടെ നാട്ടിലെല്ലാവർക്കും അവരവർക്ക് പൊള്ളണത് വരെ ദേ കീപ് ക്വൈറ്റ്, ദേ ബി ലൈക്ക് അവരെ കാര്യമല്ലേ. ഇപ്പൊ നമുക്ക് എന്താ അത് അവരുടെ വീട്ടിൽ വരുമ്പോഴാണ് അയ്യോ ഇത് ഇത്ര വലിയ സംഭവമായിരുന്നു എന്നുള്ളത് ആലോചിക്കുക. ആൻഡ് ഐ റിയലി ഫീൽ ലൈക്ക് പീപ്പിൾ വി റിയലി നീഡ് ടു ചേഞ്ച് ആ മൈൻഡ് സെറ്റ്. കാരണം ഇപ്പൊ ഈ കാര്യങ്ങൾ നമ്മുടെ പിള്ളേരെ ആണെങ്കിലും നമ്മളാണെങ്കിലും മനസ്സിലാക്കിയാൽ മാത്രമാണ് ഇനി വരുന്ന കാലത്തിന് നമുക്ക് സേവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ നിങ്ങളുടെ പിള്ളേർ ചെറുതായിരിക്കാം, ഇപ്പൊ നിങ്ങൾ സേഫ് ആയിട്ടുള്ള ഒരു പൊസിഷനിലായിരിക്കും, ബട്ട് അല്ലെങ്കിൽ ഇഫ് യു കീപ് ക്വൈറ്റ് വാച്ചിങ് ഓൾ ദീസ്, അധികം ദൂരമില്ല നിങ്ങളുടെ ടേൺ വരാൻ. നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലോസ് ആയിട്ടുള്ള ആരെങ്കിലും ഈ ഒരു അവസ്ഥ വരുമ്പോൾ നിങ്ങൾ ഇത് തന്നെയാണ് അത്ര കൊല്ലം മുന്നേ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നത്, ഇത് റിപ്പീറ്റ് ആയിക്കൊണ്ടേയിരിക്കും. നീറ്റിനെ പറ്റി മാത്രം സംസാരിച്ചത് ഇപ്പൊ നടക്കുന്ന പ്രശ്നം നീറ്റിനെ പറ്റി ആയതുകൊണ്ട് മാത്രമാണ്. ബട്ട് എൻറ്റയർ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇസ് കറപ്റ്റഡ്. നീറ്റ് ആയിക്കോട്ടെ, CBSE ആയിക്കോട്ടെ, UPSC ആയിക്കോട്ടെ, വാട്ട് നോട്ട്. സോ ഇത് നീറ്റ് എഴുതിയ അല്ലെങ്കിൽ നീറ്റ് എഴുതുന്ന ഒരാളെ അറിയുന്ന ആൾക്കാർക്ക് മാത്രം ബാധിക്കുന്ന കാര്യമല്ല, നിങ്ങളെല്ലാവരും ബാധിക്കുന്ന കാര്യമാണ്. ഇനി മിണ്ടാണ്ടിരിക്കില്ല. ഞങ്ങളുടെ ഈ തലതെറിച്ച ജനറേഷൻ തലതെറിച്ച് തന്നെയാണ്. യു റിയലി മെസ്ഡ് അപ്പ് വിത്ത് ദ റോങ് ജനറേഷൻ.